ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മെ രക്ഷിച്ചു, രക്തം നൽകി സ്വന്തമാക്കി. ഒരു വ്യക്തിക്ക് രക്തത്തെക്കാൾ വിലയേറിയത് ഒന്നുമില്ല. രക്തം തന്നെയാണ് ജീവൻ. ക്രൂശിൽ യേശു കർത്താവ് നമ്മെ രക്തം നൽകി സ്വന്തമാക്കി. സ്വന്തം ജീവൻ നൽകി സ്വന്തമാക്കിയ സഭ എന്നാണ് അതിൻ്റെ പേര്. അത് എന്താണെന്നാൽ ഓരോ വിശ്വാസിക്കും വിലയുണ്ട്. ആ വിലയാണ് യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തം കൊണ്ട് മോചിതരായ ജനങ്ങൾ നമ്മുടെ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, സാത്താൻ്റെ ചങ്ങലകളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ദൈവം നമ്മെ മോചിപ്പിച്ച ശേഷം നമ്മൾ സ്വതന്ത്രരായി. സത്യം നമ്മൾ അറിയുന്നു. ആ സത്യം നിങ്ങളെ എന്തു ചെയ്യും? സ്വതന്ത്രരാക്കും. നിങ്ങൾക്ക് അങ്ങനെ വിട്ടുപോയത് എപ്പോഴാണ്? നിങ്ങൾ വീണ്ടും അവിടങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്തവരായി തോന്നുന്നു. അതേ ബന്ധങ്ങളിൽ തന്നെ തുടരുന്നവരായി കാണപ്പെടുന്നു. പക്ഷേ നിങ്ങൾ ഇതിനകം സ്വതന്ത്രരായവരാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ നിങ്ങൾ മോചിതരായി. എന്നാൽ ആ രഹസ്യം പലപ്പോഴും മറക്കുകയാണ്. അതുകൊണ്ടാണ് ക്രൂശിൻ്റെ ധ്യാനം 40 ദിവസങ്ങൾക്ക് മാത്രം അല്ല, ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റു ആ സത്യവും പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും ഓർക്കണം. അപ്പോൾ മാത്രമേ നിനക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകൂ. ക്രൂശിൽ യേശു നൽകിയ വിലയാണ് നിന്റെ രക്ഷയുടെ മൂല്യം. രക്ഷ സൗജന്യമായി ലഭിച്ചുവെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ രക്ഷ സൗജന്യമായി വന്നതല്ല, യേശു അതിനായി വില കൊടുത്തു, അല്ലേ? അതിനാൽ നീ വിശ്വാസിയായി ഇതെല്ലാം മനസ്സിലാക്കണം.